12 വർഷത്തെ തെരുവ് ജീവിതത്തിനൊടുവിൽ പയ്യന്നൂരിലെ ദ്വരയ്ക്കും കുടുംബത്തിനും അന്തിയുറങ്ങാൻ സുരക്ഷിതമായൊരു ഇടമൊരുങ്ങി. 6 കുട്ടികളടങ്ങുന്ന കുടുംബത്തിന് വാടക വീടാണെങ്കിലും ഇനിയൊരു കിടപ്പാടമുണ്ട്. ഒരുപാട് പേർ കരുണയുടെ കരം കോർത്താണ് തെരുവിന് അപ്പുറം ഒരു മേൽവിലാസം അവർക്കുണ്ടാക്കി നൽകിയത്. 12 വർഷം തെരുവ് വീടായിരുന്നവർ കടവരാന്തകളും പണി പൂർത്തിയാകാത്ത കെട്ടിടങ്ങളും തണലും കുടയുമാക്കി ജീവിക്കേണ്ടി വന്നവർ. തെരുവിന്റെ ഇരുട്ടും തിരക്കും ഭയപ്പെടുത്തിയ അവരുടെ 6 മക്കൾ. വാടകയ്ക്കെങ്കിലും അവർക്കിനി ഒരു കിടപ്പാടമുണ്ട്. താൽക്കാലികമെങ്കിലും അവർക്കിനി തെരുവിനപ്പുറം ഒരു മേൽവിലാസമുണ്ട്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കടവരാന്തകളിലും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിലുമായി കഴിയുകയായിരുന്നു ദ്വര, പഞ്ചമി ദമ്പതികളും 6 കുട്ടികളും. തെരുവിൽ നിന്ന് ഒരു വീടിന്റെ സുരക്ഷയിലേക്ക് അവർ വാതിൽ തുറന്ന് കയറുകയാണ്. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ സരിൻ ശശി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളിലൂടെയാണ് തെരുവിന്റെ ദുരിതങ്ങളിൽ നിന്ന് അമ്പലത്തറയിലെ വാടക വീട്ടിലേക്ക് ഇവർ മാറുന്നത്. സ്ഥലം കിട്ടിയ കാരണം കൊണ്ട്, ഈ പുര കിട്ടിയ കാരണം നമുക്ക് വലിയ ഉപകാരമുണ്ട്. ചെയർമാനക്ക് ഉപകാരമുണ്ട്. പിന്നെ ഈ ചാനലുകാർ പിന്നെ ഞങ്ങളെ കൊണ്ട് ഇത്ര പാടുപെടും. അയാളുടെ പേര് എനിക്ക് അറിയാതെ പോകുന്നു. അയാൾ നല്ല ഉപകാരമുണ്ട്. ഞങ്ങൾ വിട്ടുകൊടുക്കാതെ വീടാക്കി സ്ഥലമാക്കി തന്നു നിൽക്കാൻ വേണ്ടിയിട്ട്, മഴക്കാലത്ത് പിള്ളേരെ ഒതുങ്ങിക്കാൻ വേണ്ടിയിട്ട്. പെരുമ്പയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി വലിയ സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ താമസിക്കുന്ന വീടിൻ്റെ വാടക അവർ കൊടുക്കാം എന്ന് അവരുടെ ഒരു ഓഫർ വന്നപ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തേക്ക് ഞങ്ങൾ കടന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ മറ്റ് സൗകര്യങ്ങളെല്ലാം സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ കുടുംബത്തിനെ ഒരു സുരക്ഷിതമായിട്ടുള്ള വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമായിട്ട് നഗരസഭ കാണുന്നു. ആക്രിപ്പെറുക്കിയും കടകൾ വൃത്തിയാക്കിയും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു കുടുംബം മുന്നോട്ടു പോയത്. അരവയറിൽ ഉറങ്ങിയപ്പോഴും മക്കളുടെ പഠനം മുടങ്ങാതിരിക്കാൻ ഈ ദമ്പതികൾ ശ്രദ്ധിച്ചിരുന്നു. 6 മക്കളിൽ 2 പേരെ തലശ്ശേരിയിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. 2 പേർ കുഞ്ചക്കാട് സെന്റ് മേരീസ് സ്കൂളിലും ഇളയ 2 പേർ തായത്തുവയൽ അങ്കണവാടിയിലും പഠിക്കുന്നു. മരിച്ചുപോയ സഹോദരിയുടെ മകളെയും സ്വന്തം കുഞ്ഞിനെ പോലെ ലാളിച്ചു വളർത്തുന്നു ദ്വരയും പഞ്ചമിയും. CLAP കൗൺസിലിംഗ് ക്ലിനിക്, പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെയാണ് കുടുംബത്തിന് വീട് സജ്ജമാക്കിയത്. റേഷൻ കാർഡ് ലഭിക്കാനുള്ള തടസ്സങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു. 1 മാസമായി ഇവർക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തിരുന്നു. വർഷങ്ങളായുള്ള ആഗ്രഹവും 6 കുഞ്ഞുങ്ങളുടെ സ്വപ്നവും പുതിയ തണലിൽ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ എല്ലാവരോടും നന്ദി മാത്രമെന്ന് പറയുന്നു ഈ കുടുംബം. ന്യൂസ് മലയാളം, കണ്ണൂർ.